പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 പത്രോസ് 5 അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോട് ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കാൻ. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം എന്ന പുണ്യം കൊണ്ട് കരസ്ഥമാക്കാൻ പറ്റുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്, അതായത് പരിശുദ്ധാത്മാവ്, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുവിൻ. ഹല്ലേലൂയ. അപ്പോഴെന്താ സംഭവിക്കുക? അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ താഴ്മയോടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾ അമല ധ്യാനകേന്ദ്രത്തിലാണ്. ഇന്ന് അമലയിൽ ധ്യാനം തുടങ്ങി 2-ാം ദിവസമാണ്. നമുക്ക് കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയുവാം, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടുതൽ വളരാം. അങ്ങനെ ഞങ്ങളിവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് അമല ധ്യാനകേന്ദ്രമാണ്. അമല ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെഞ്ഞാറമൂടാണ്. അപ്പോൾ ഇവിടെ പത്രോസിലിയ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുവിൻ. ഹല്ലേലൂയ. അപ്പോഴെന്താ സംഭവിക്കുക? ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നമ്മൾ താഴ്മയോട് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. നമുക്ക് പല ഉത്കണ്ഠതകളുണ്ട്. ആ ഉത്കണ്ഠതകളെല്ലാം നമ്മൾ യേശുവിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. യേശുവിന് വിട്ടുകൊടുക്കുക. യേശുവിൻ്റെ മക്കളായി ജീവിക്കുക. യേശുവിൽ പ്രിയപ്പെട്ടവരായി വളരുക. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന. യേശുവേ, കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേൾക്കുന്ന സമസ്ത ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദൈവമേ, മാനസിക രോഗത്തിന് അടിമപ്പെട്ട മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്വന്തമായി വീടും ഭവനവും ഇല്ലാതെ അലയുന്ന ദൈവമേ, വാടക കൊടുത്ത് ജീവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യപാനത്തിനും എല്ലാം അടിമപ്പെട്ട മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധ കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങെല്ലാ മക്കളെയും സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ശക്തിയുടെ പേടകമായ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം അങ്ങയുടെ വചനം അറിയുന്ന എല്ലാ മക്കളുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയിലായിരിക്കുവാനും അങ്ങയുടെ വചനത്തിൽ ജീവിക്കുവാനും കർത്താവെ, അങ്ങ് സമസ്ത ജനത്തെ അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ വലയുന്നവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ മക്കളോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.